കുറച്ച് ദിവസമായിട്ട് ഇതാണ് ട്ടോ അവസ്ഥ. 3-4 തവണ പ്രസ് ചെയ്താലും ലേറ്റർ ഒന്നും കത്തണില്ല. പഴയതും പുതിയതൊക്കെ മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കത്തും. ഇനി ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഒക്കെ ഉള്ള ഈ റീചാർജബിൾ ഗ്യാസ് ലൈറ്റർ കണ്ടത്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു. ഇതാ ഇപ്പൊ കൈ കിട്ടുകയും ചെയ്തു. ഇതിനകത്ത് ലൈറ്ററും പിന്നെ ഒരു USB കേബിളും ആണ് വരുന്നത്. ഇതിൽ പിന്നെ എന്തോ ഒരു താങ്ക്സ് കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്താൽ ക്യാഷ് ബാക്ക് കിട്ടും എന്നൊക്കെ പറയുന്നു. ശരിയാണോ എന്നറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. പിന്നെന്താ, ഇത് കാണുമ്പോഴേ എനിക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. പിന്നെ ഇതാ അതിന്റെ പുറകിലുള്ള കാർഡ് കണ്ടോ, ഇതില് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും സേഫ്റ്റി ഗൈഡ്സ് എല്ലാം വിശദമാക്കിയിട്ടുണ്ട്. ഇത് കളയണ്ടാട്ടോ, എല്ലാം വായിച്ചു നോക്കണേ. നമുക്കിതിന് പുറത്തേക്ക് എടുക്കാട്ടോ. ഇതിലിതാ ലൈറ്ററിന്റെ ഒരു ഇമേജും കൂടി വെച്ചിട്ടുണ്ട്, അതെന്തിനാണെന്ന് അറിയില്ല. പിന്നെ USB കേബിളുണ്ട്. ലൈറ്റർ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, കാണാനും നല്ല ക്യൂട്ടാണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഇതിന്റെ ബട്ടൺസും അതുപോലെ തന്നെ പിടിയൊക്കെ പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിൽ അത് കൊളുത്തി ഇടാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. ഇതിന് നല്ല നീളം ഉണ്ട് കേട്ടോ, നമ്മുടെ നോർമൽ ലൈറ്ററിനേക്കാളൊക്കെ നല്ല നീളമുണ്ട്. മൊത്തം 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇതിന് നെക്കിന് മാത്രം 10 സെന്റിമീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് സേഫ് ആണ്, കൈ പൊള്ളുന്നൊന്നും പേടിക്കണ്ട. അങ്ങനെ ഒറ്റ നോട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി ഉപയോഗിച്ച് നോക്കിയാലേ ഇതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതാ അതിന്റെ നെക്ക് കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്, നല്ല ഫ്ലെക്സിബിൾ ആയി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈറ്ററിന് ഒരു പവർ ബട്ടൺ ഉണ്ട്, അത് കൂടാതെ ഒരു ഓൺ ഓഫ് ബട്ടണും ഉണ്ട്. ഓൺ ഓഫ് ബട്ടൺ എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ലോക്ക് ആണ്. ആക്സിഡന്റലി ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിലും ഈ പവർ ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആവുന്നുണ്ട്. ആദ്യം തന്നെ ആ സേഫ്റ്റി ലോക്ക് ഓൺ ആക്കുക, അതിനുശേഷം പവർ ബട്ടൺ അമർത്തുക. അപ്പൊ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഓൺ ആവാനായിട്ട്. ഇതാ കത്തുന്നുണ്ട്, ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇതിന്റെ ഒപ്പമുള്ള കേബിൾ USB-C ടൈപ്പ് ആണ് കേട്ടോ. C ടൈപ്പ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ചാർജർ ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്റെ ഫോൺ ചാർജർ C ടൈപ്പ് ആണ്, അതിലാണ് കേട്ടോ ഞാനത് ചാർജ് ചെയ്യുന്നത്. ലൈറ്ററിന്റെ സൈഡിലായി ഇതാ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്. സ്വിച്ച് ഓൺ ആയാൽ ലൈറ്റ് കത്തും. ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓഫ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനടി സ്വിച്ച് ഓഫ് ചെയ്യണം, ഓവർ ചാർജ് ചെയ്യരുത്. ഇനി നമുക്കിതെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഐശ്വര്യമായിട്ട് ആയ തന്നെ ഗ്യാസ് കത്തിച്ച് നോക്കിയാലോ. വിത്തിൻ സെക്കൻഡ്സ് കഴിഞ്ഞോട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതൊരു മൾട്ടിപർപ്പസ് ലൈറ്റർ ആണ്. ഗ്യാസ് മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ കത്തിച്ച് നോക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം ഈ ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് നോക്കാം. ഇതാ ഈസി ആയിട്ട് കത്തിയിട്ടുണ്ട്, ഓക്കെ ആണേ. ഇനി നമുക്ക് ഈ അഗർബത്തി ഒന്ന് കത്തിക്കാം. അഗർബത്തി ഈസിയായി കത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ ചിരാതിൽ തിരി ചിലപ്പോൾ കത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കില്ലേ, എണ്ണത്തിരിയാണല്ലോ. പക്ഷെ വിചാരിച്ചതിലും വേഗം കത്തിട്ടോ. സാധാരണ തീപ്പെട്ടിയൊക്കെ വെച്ച് നമ്മൾ കത്തിക്കുമ്പോൾ കാറ്റടിച്ചാൽ കത്തിക്കാനായിട്ട് പാടല്ലേ. ഇത് വിൻഡ് പ്രൂഫ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇതിന്റെ നെക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ പല ഡിസൈനർ കാൻഡിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള കാൻഡിൽസ് കത്തിക്കാനും എളുപ്പമാവും. പിന്നെ ഇതാ ഞാനിങ്ങനെ ഒരു പേപ്പർ കത്തിച്ച് നോക്കിയേ. പേപ്പറൊക്കെ നല്ല സിമ്പിളായിട്ട് കത്തിക്കാൻ പറ്റുന്നുണ്ട്. വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് കത്തിക്കാനായിട്ട് ഇനി വേറെ തീപ്പെട്ടിയൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് വിറകടുപ്പും കത്തിക്കാം. സത്യം പറഞ്ഞാലേ നോർമൽ ലൈറ്റർ വാങ്ങിയാൽ കുറച്ച് ദിവസമൊക്കെ ആദ്യത്തെ പ്രസ്സിൽ തന്നെ കത്തും. പിന്നെ 2-3 തവണ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. ഗ്യാസിന്റെ സ്മെല്ലും വരും. ഇത് പക്ഷേ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കത്തുന്നുണ്ട് കേട്ടോ. ഗ്യാസിന്റെ സ്മെല്ലൊന്നും തീരില്ല. ഇനി എത്ര കാലം ഇത് നിലനിൽക്കുന്നൊന്നും അറിയില്ല. അത് ഇത് കേടായതിനു ശേഷം പറയാട്ടോ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാട്ടോ.